മനുഷ്യഹൃദയം എത്രമാത്രം ദോഷത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ കഴിവുള്ളതാകുന്നു എന്ന് ഗ്രഹിക്കുവാൻ തന്നെ പ്രയാസമാകുന്നു. എൻ്റെ ദുഷ്ടപ്രവർത്തനങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ നന്മ മാത്രം ചെയ്യുന്ന ഒരുവനെ ഇല്ലായ്മ ചെയ്യുന്ന ദുഷ്ടത എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പിതാവ് തൻ്റെ മക്കളെ ഉപദേശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രഭാത സൂര്യൻ്റെ ശോഭ വർദ്ധിച്ചു വരുന്നത് പോലെ ഒരു ദൈവ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തേജസ് വർദ്ധിപ്പിക്കുന്ന ദൈവിക ആലോചനകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 47 നാം വായിക്കുന്നു. മാനുഷിക ഉപദേശങ്ങൾ പോലെയല്ല സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ. അത് ഈ ലോകത്തിലെ ജീവനും വരുവാനുള്ള ലോകത്തിനും പ്രയോജനമുള്ളതാകുന്നു. അതെ, നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളാണിവ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാം. സദൃശവാക്യ പുസ്തകത്തിൽ നിന്നും വളരെ പ്രായോഗികമായ അനേകം പാഠങ്ങൾ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രാവർത്തികമാക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചിരുന്നുവല്ലോ. അതിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മകനെ, കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഇത് കേട്ടിട്ട് ബത്ശേബ ശലോമോനോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? മകനെ വിളിച്ച് ഉപദേശിക്കുകയാണ്. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇനിയും നോക്കിക്കാട്ടെ. ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിൻ്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അത് നിൻ്റെ ജീവനല്ലോ. ജ്ഞാനം അന്വേഷിക്കുവാൻ യൗവനക്കാരനുള്ള അതിമഹത്തായ ഒരു ആഹ്വാനമാണിത്. പ്രബോധനം മുറുകെ പിടിക്കുക, ജീവിതത്തിൽ ഉയർന്ന മുൻഗണന ഉണ്ടായിരിക്കേണ്ട കാര്യമാണിത്. താങ്കൾക്ക് പഠിക്കാവുന്നതെല്ലാം പഠിക്കുവാൻ പറയുന്നതിന് തുല്യമാണിത്. 14-ഉം 15-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയുമരുത്. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നുപോക. ഈ പുസ്തകത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് ദുഷ്ടന്മാർക്കും പരസ്ത്രീക്കും എതിരായിട്ടാകുന്നു എന്ന് നാം മുൻപ് കണ്ടതാണ്. ആ സ്ത്രീ ഒരു വേശ്യാസ്ത്രീ ആകുന്നു എന്നത് വ്യക്തമാണ്. ഇതിനൊരു ആത്മീയ അർത്ഥമുള്ളതായും നാം കാണുന്നതാണ്. 16-ഉം 17-ഉം വാക്യങ്ങളിൽ, അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്കുറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. ദുഷ്ടമനുഷ്യരും പരസ്ത്രീയും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഇത് ചിത്രീകരിക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്ടത പ്രവർത്തിക്കാതെ അവർക്ക് ഒരു ദിവസം ഉറങ്ങുവാൻ കഴിയുകയില്ല. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടും. നിങ്ങൾ പലപ്പോഴും കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വായിച്ചിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് കേട്ടിട്ട്, ദൈവമേ, ഒരു മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? അതല്ല എങ്കിൽ ഒരു സ്ത്രീ ഈ പറഞ്ഞതുപോലെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, അവർ എങ്ങനെ സമൂഹത്തെ നേരിടുമെന്ന് ചോദിച്ചിട്ടില്ലേ? പലപ്പോഴും പത്രങ്ങളിലും മറ്റും വായിക്കുന്ന വാർത്തകൾ
ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് നാം അത്ഭുതപ്പെട്ട് ചിന്തിക്കാറില്ലേ? വളരെ വാസ്തവമാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. മനുഷ്യഹൃദയം എത്രമാത്രം പാപത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ കഴിവുള്ളതാകുന്നു എന്ന് പലപ്പോഴും നമുക്കറിയില്ല. ഭയാനകമായ മനുഷ്യഹൃദയം, അതിലെ നിരൂപണങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. മനുഷ്യഹൃദയത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായി ദുഷ്ടതയിൽ യാതൊന്നുമില്ല എന്നോർക്കണം. ഇത് നാം പ്രത്യേകം ഗ്രഹിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ശരിയല്ലാത്ത അനേകരുമായി നാം തോളുരുമ്മുന്നു എന്ന വാസ്തവം മറക്കരുത്. അവർ എത്രമാത്രം ദുഷ്ടതയിലാണെന്നോർക്കണം. അതെ, വളരെയേറെ മ്ലേച്ഛതയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമൂഹം. ഈ ആൾക്കൂട്ടത്തിൽ അനുഗ്രഹീതരായ അനേകരും ഉണ്ടെന്ന് വന്നേക്കാം, അതിൽ സംശയമില്ല. എന്നാൽ നാം കാണുന്ന ആളുകളെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നാം ജീവിക്കുന്ന ഈ ലോകത്തെ തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ കാര്യത്തിൽ നമുക്ക് വിവേചനാശക്തി വളരെ ആവശ്യമാകുന്നു സുഹൃത്തെ. ഒഴിഞ്ഞു പോകേണ്ടവരെ ഒഴിച്ചുവിടണം എന്ന് മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കേണ്ടവരെ നാം തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുകയും വേണം. ചില ആളുകൾ യഥാർത്ഥ സ്നേഹിതരാകും, അടുത്ത സ്നേഹിതർ. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർക്ക് ഈ ശുശ്രൂഷയോടുള്ള സ്നേഹം കാണുമ്പോൾ വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ ശുശ്രൂഷ സാധ്യമാക്കി തീർക്കുന്നത്. അതേസമയം തന്നെ ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യരുമുണ്ട്. അവർ തങ്ങൾ വലിയ ഭക്തരാകുന്നു എന്നാണ് നടിക്കുന്നത്. അവരുടെ ചിന്ത മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. മനുഷ്യഹൃദയത്തെ വിശ്വസിക്കുവാൻ പ്രയാസമാണ്. നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ വളരെയേറെ വിവേചനാശക്തി ആവശ്യമാണ്. കണ്ണുമടച്ച് എല്ലാവരെയും വിശ്വസിക്കുവാൻ പ്രയാസമാണ്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള അനുഗ്രഹീതരായ വിശുദ്ധന്മാരെ താങ്കൾ കണ്ടുമുട്ടും. എല്ലാവരും കൊള്ളരുതാത്തവരാകുന്നു എന്നല്ല. ഇനിയും വ്യത്യാസം ശ്രദ്ധിച്ചാലും അതിന് നേരെ വിപരീതമായി പറഞ്ഞിരിക്കുന്നു 19-ാം വാക്യത്തിൽ, ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. അന്യോന്യം വിപരീതമായിട്ടുള്ള രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി നീതിമാന്മാർ പോകുന്നതാണ്. അതിനെ പ്രഭാതത്തിൻ്റെ വെളിച്ചമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. ഇനിയും വേറൊരു പാതയുണ്ട്, അത് ദുഷ്ടന്മാരുടെ വഴിയാകുന്നു, അത് അന്ധകാരമാകുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വിശാലമായ വഴി പോലെയാകുന്നു അത്. തുടക്കത്തിൽ വിശാലമാണെങ്കിലും മുൻപോട്ട് പോകുമ്പോൾ അത് ഇടുങ്ങി ഒരു ചോർപ്പ് പോലെയാകുന്നു. ഒടുവിൽ അത് നാശത്തിൽ കലാശിക്കുന്നു. ഈ ഇരുട്ടിൽ തങ്ങൾ ഏതൊന്നിലാകുന്നു തട്ടി വീഴുന്നത് എന്നുപോലും മനുഷ്യർക്കറിയില്ല. ഇപ്പോൾ അങ്ങ് ആസ്വദിക്കുകയാണ് അത്രമാത്രം. തങ്ങൾ തട്ടി വീഴുമെന്നും ഇത് പ്രശ്നമായി തീരുമെന്നും അവർ പലപ്പോഴും ഓർക്കുന്നു പോലുമില്ല. എന്നാൽ ഇടുങ്ങിയ വഴി തുടക്കത്തിൽ വളരെ ഇടുങ്ങിയതാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയെന്ന്. അതൊരു വ്യക്തിയിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്ന വളരെ ഇടുങ്ങിയ വഴിയാകുന്നു. അതുകൊണ്ടാണ് അതിൽ കൂടി നടക്കുവാൻ പലരും ആഗ്രഹിക്കാത്തത്. ക്രിസ്തുവിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വഴി. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ല. ഈ പറഞ്ഞതിനേക്കാൾ ഇടുങ്ങിയ മറ്റൊരു വഴി താങ്കൾക്ക് കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ ആ പ്രസ്താവന പലരും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞു, ഓർക്കുന്നില്ലേ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട നാമം യേശുവിൻ്റെ നാമം മാത്രമാകുന്നു എന്ന്. കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. പ്രവേശന കവാടം വളരെ ഇടുങ്ങിയതാണ്. അനേകർക്ക് മുൻപിൽ കാണുന്നത് സൗകര്യമായിരിക്കണം. അതല്ല എങ്കിൽ സൗകര്യമുള്ളിടത്തേക്ക് അങ്ങ് മാറും. അതുകൊണ്ട് പിശാച് സൗകര്യങ്ങളെ കാണിച്ച് മനുഷ്യനെ ആകർഷിച്ച് അവൻ്റെ വിശാലമെന്ന് തോന്നുന്നതായ വഴിയിലേക്ക് കൊണ്ടുപോയി ഇടുക്കിക്കളയും, ചുരുക്കിക്കളയും.
ജീവിതം അങ്ങനെ നരകതുല്യമാക്കും. 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ നോക്കാം. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്ക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. സങ്കീർത്തനക്കാരൻ ദൈവവചനത്തെക്കുറിച്ച് ഇത് തന്നെ പറഞ്ഞതായി 119-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവൻ്റെ വചനങ്ങളാണ്. കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ എഴുത്തുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മുറിച്ചെന്നാൽ രക്തമൊലിക്കും എന്നത്രേ. ദൈവവചനത്തെക്കുറിച്ച് ഇത് വാസ്തവമായി പറയാവുന്നതാണ്. അവ ജീവനുള്ള വാക്കുകളാണ്. അവയെ മുറിച്ചെന്നാൽ അവിടെ നിന്നും രക്തമൊഴുകും. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവ താങ്കൾക്ക് ജീവനും വെളിച്ചവും നൽകും. അവ ആലോചനയും നടത്തിപ്പും സന്തോഷവും നൽകുന്നതാണ്. ഇവയെല്ലാം ദൈവവചനത്തിലൂടെയാകുന്നു വരുന്നത്. അടുത്തതായി സദൃശവാക്യങ്ങളിലെ വലിയ വാക്യങ്ങളിൽ ഒന്ന്, വലുതെന്ന് പറയുന്നത് കൊണ്ട് ഒത്തിരി അർത്ഥസമ്പുഷ്ടമെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. 23-ാം വാക്യം, സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. മറ്റെന്തിനേക്കാളും ഏറെ ശ്രദ്ധയോടെ ഹൃദയത്തെ സൂക്ഷിക്കുക. നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാകുന്നു. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഈ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണെന്ന് നമുക്കറിയാം. ആ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാകും. ശാസ്ത്രം ഇത് കണ്ടുപിടിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ 2700 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ സദൃശവാക്യങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നാം മറക്കരുത്. ജീവൻ നിലനിർത്തുന്നതിനായി ഹൃദയം എത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നു എന്നിവിടെ ഗ്രഹിക്കുന്നു. ഹൃദയം ഒരു വ്യക്തിയുടെ ആന്തരിക മനുഷ്യനെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ്. കർത്താവായ യേശു പറഞ്ഞത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, പിന്നെയോ അവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നതാകുന്നു എന്നത്രേ. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ലോകത്തിലെ ഏറ്റവും താണ പല കാര്യങ്ങളും മനുഷ്യ ഹൃദയത്തിൽ നിന്നുമാകുന്നു വരുന്നത്. ഇത് നാം മറക്കരുത്. മൊത്തം വ്യക്തിത്വത്തിൻ്റെ ഇരിപ്പിടം ഹൃദയമാകുന്നു. ഹൃദയത്തിൻ്റെ ശരിയായ നില അറിയണം എന്നുണ്ടെങ്കിൽ ബൈബിളിൽ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൊത്തം എടുത്തു നോക്കിയാൽ മതിയാകും. എന്തെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാം നമ്മുടെ ഹൃദയം സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കേണ്ടതുണ്ട്. നാം കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടവയാണ്. നാം പഠിക്കുന്നവ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നാം കാണുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പുറപ്പെടുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. എല്ലാം മെനയുന്നത് ഹൃദയത്തിലാകുന്നുവല്ലോ. ഹൃദയത്തെ നിയന്ത്രിക്കുന്ന വ്യക്തി ക്രിസ്തു ആകുന്നുവെങ്കിൽ നാം വിജയിച്ചു. നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ്. ദൈവവചനം എത്ര സത്യമാകുന്നു എന്ന് ശ്രദ്ധിക്കുക. മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുൻപ് അത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കെട്ടുകഥകളല്ല. ഇത് കെട്ടുകഥകളുടെ ഒരു പുസ്തകമല്ല, യാഥാർത്ഥ്യങ്ങളുടെ പുസ്തകമാണ്. എന്നാൽ ബർന്നബാസിൻ്റെ ലേഖനം എന്നൊരു അപ്പോക്രിഫൽ പുസ്തകമുണ്ട്. അതിനകത്ത് നാം കെട്ടുകഥകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പുസ്തകങ്ങൾ തിരുവചനത്തിൽ ഉൾപ്പെടുത്താതെ വിട്ടുകളഞ്ഞിരിക്കുന്നത്. കെട്ടുകഥകൾ. സദൃശവാക്യങ്ങളിൽ നമുക്ക് അശാസ്ത്രീയമായോ കൃത്യമായിട്ടുള്ളതല്ലാത്തതോ ആയ വിവരണമൊന്നുമില്ല. ഒക്കെ വാസ്തവമാണ്, സത്യം മാത്രം. 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിങ്ങൾ നിന്ന് അകറ്റുക. ജീവിതത്തിലെ ഓരോ സംഗതികൾ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ സംസാരിക്കുന്നത് വായും അധരങ്ങളുമാണ്. ആരോ ഒരാൾ ഇപ്രകാരം പറഞ്ഞു, ഹൃദയമാകുന്ന കിണറ്റിൽ കിടക്കുന്നത് അധരമാകുന്ന തൊട്ടിയിലൂടെ വെളിയിൽ വരുന്നു എന്ന്. ഇത് എത്ര വാസ്തവമാണ്.
ഉടനെയോ പിന്നീടോ താങ്കളുടെ ഹൃദയത്തിലുള്ളതിനെ വായ വെളിപ്പെടുത്തും. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമാണ് വായിലൂടെ വെളിയിൽ വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നാം താലോലിക്കുന്നത് വായിലൂടെ വെളിയിൽ വരുന്നു. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കുവാൻ. 25 മുതലുള്ള വാക്യങ്ങൾ: നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക. ഒരു യുവാവ് എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട്. തൻ്റെ യൗവനത്തിലെടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം ഒരു ജീവിതം മുഴുവൻ നശിപ്പിക്കുവാൻ മതിയായതാണ്. അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുന്ന തീരുമാനം ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ പോരുന്നതാകാം. മദ്യവും മയക്കുമരുന്നുകളും യുവജനങ്ങളുടെ ഇടയിൽ സുലഭമായ ഈ കാലയളവിൽ നാം എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നോർക്കണം. തങ്ങളുടെ കാലുകളുടെ പാതയെ നിരപ്പാക്കാത്തതിനാൽ എത്രമാത്രം യുവജനങ്ങളാണ് തങ്ങളെ തന്നെ നശിപ്പിക്കുന്നത് എന്നറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവ സുഹൃത്തെ, ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ മുൻപോട്ട് നയിക്കണം. താഴെ വീണെന്നാൽ പൊട്ടിത്തകരുന്നതാണ് ഈ ജീവിതം. ഒരു നിമിഷം പോലും അലസമാകരുത്. എത്ര നല്ല ഉപദേശങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഒരു വിധത്തിലും ഉപേക്ഷ വിചാരിക്കരുത്. ഇനിയും 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 5-ാം അധ്യായത്തെ വളരെ ശ്രദ്ധയോടെ നമുക്ക് വീണ്ടും പഠിക്കാം. ഇവിടെ യൗവനക്കാരൻ തൻ്റെ ഭവനത്തിനായി ഒരു നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഉപദേശിക്കപ്പെടുന്നു. ദൈവം നൽകുന്ന ലൈംഗിക വിദ്യാഭ്യാസം ഈ തരത്തിലാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് കേൾക്കുന്ന അനേകം പാഠങ്ങളെക്കാൾ എനിക്ക് ഈ പാഠം വളരെ ഇഷ്ടമാണ്. ദൈവവചനത്തിലെ പാഠങ്ങൾ വളരെ അർത്ഥവത്താണ്. ദൈവം പറയുന്നത് യൗവനക്കാരൻ തനിക്കുണ്ടാകുവാൻ പോകുന്ന ഭവനത്തിനായി അല്ലെങ്കിൽ ദാമ്പത്യത്തിനായി, കുടുംബത്തിനായി ഇപ്പോൾ കളങ്കമില്ലാത്ത ഒരു ജീവിതം ജീവിക്കണം എന്നത്രേ. ഇന്നത്തെ വാക്ക് തർക്കത്തിൽ ആരംഭിച്ച പ്രശ്നമാണെന്ന് കരുതരുത്. വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധപ്പെടലിൽ ആരംഭിച്ചതാണ് അത് എന്ന് മറക്കരുത്. ഇപ്പോൾ കാണുന്ന പൊട്ടലും ചീറ്റലുമൊക്കെ അന്നത്തേതിൻ്റെ പ്രതിഫലനം മാത്രമാകുന്നു. വേര് വളരെ ആഴത്തിലേക്കിറങ്ങി നാശം വിതച്ചു കഴിഞ്ഞു. 5-ാം അധ്യായത്തിലെ ആദ്യത്തെ 2 വാക്യങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായ്ക്ക. മകനെ, ഇതാ വീണ്ടും യൗവനക്കാരനെയാണ് സംബോധന ചെയ്യുന്നത്, മകനെ എന്ന് വിളിച്ച്. യുവാവിനുള്ള ഉപദേശം തൻ്റെ സ്കൂളിലേക്ക് വന്ന് തന്നിൽ നിന്നും പഠിക്കുവാൻ യൗവനക്കാരനെ ജ്ഞാനം ക്ഷണിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ മുന്നറിയിപ്പ് ദുഷ്ടമനുഷ്യനെതിരായിട്ടായിരുന്നു. ഈ അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ മുന്നറിയിപ്പ് പരസ്ത്രീക്കെതിരായിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ അന്യസ്ത്രീ. കാരണം ഈ സ്ത്രീ ഇസ്രായേൽ മക്കൾക്ക് വെളിയിലുള്ളവളായിരുന്നു. സാധാരണയായി അവൾ ഒരു അന്യജാതിക്കാരത്തിയായിരുന്നു. അവൾ ഒരു വേശ്യാസ്ത്രീയായിരുന്നു. ഇസ്രായേൽ സ്ത്രീകളിൽ ആരും വേശ്യാവൃത്തിയിൽ പോകുവാൻ പാടില്ലായിരുന്നു. അഥവാ ആരെങ്കിലും അങ്ങനെ പോയെന്നാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നായിരുന്നു നിയമം. എന്നിരുന്നാലും ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്നും അകന്നകന്നു പോയപ്പോൾ അവർ കൂടുതൽ അസാൻമാർഗീയ പ്രവർത്തനങ്ങളിൽ താണുപോയി. അങ്ങനെ ചില ഇസ്രായേല്യർ വേശ്യാവൃത്തി ചെയ്യുവാൻ തുടങ്ങി എന്ന് നാം കാണുന്നുണ്ട്. അത് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അവിടെ നാം വായിച്ചു, അവൾ തൻ്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിൻ്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന്. ആ വിധത്തിലും ഒരു സ്ത്രീയെ പരസ്ത്രീയായിട്ടാണ് കണ്ടിരുന്നത്. അന്യസ്ത്രീ, അതായത് അവൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ അവൾ അന്യസ്ത്രീയായിരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇനിയും വായിക്കാം. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ.
അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവൻ്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു, അവൾ അറിയുന്നതുമില്ല. എത്ര വലിയ മുന്നറിയിപ്പ്! കട്ടുകുടിക്കുന്ന പാലിന് എപ്പോഴും രുചി കൂടുതലാണല്ലോ. ശലോമോൻ വളരെ വ്യക്തമായി യുവാക്കളെ ഗുണദോഷിക്കുന്ന ഈ ഭാഗം നാം എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം രസമായി തോന്നും, പിന്നെ മാരക രോഗത്തിന് അടിമയാകുമ്പോൾ എല്ലാ രസവും പോകും. കാഞ്ഞിരം പോലെ കയ്പുള്ള അനുഭവമായിരിക്കും അത്. എത്രയെത്ര യുവാക്കൾ ഈ മരണവഴിയിൽ കൂടി മുമ്പോട്ട് പോകുന്നു. വേശ്യാവൃത്തി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. അതിന്ന് ഒരു നാണം കെട്ട പണിയേ അല്ല പലർക്കും. പല സമൂഹങ്ങളിലും അതൊരു പ്രശ്നമല്ലാതായി തീർന്നിരിക്കുന്നു. തങ്ങളുടെ അനുഭവങ്ങൾ അത് പുസ്തകങ്ങളായും ലേഖനങ്ങളായും എഴുതാൻ പോലും മടിയില്ലാത്ത ആയിരങ്ങളുണ്ട്. എന്നാൽ അപ്രകാരത്തിലുള്ള കാര്യങ്ങൾക്കെതിരായി ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. 5-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ: ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. നിൻ്റെ വഴിയെ അവളോട് അകറ്റുക, അവളുടെ വീട്ടിൻ്റെ വാതിലോട് അടുക്കരുത്. നിൻ്റെ യൗവനശക്തി അന്യന്മാർക്കും നിൻ്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിൻ്റെ സമ്പത്ത് തിന്നുകളയരുത്. നിൻ്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിലായിപ്പോകരുത്. നിൻ്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട്. എത്ര വ്യക്തമായ ഉപദേശം, എത്ര നല്ല മുന്നറിയിപ്പാണ് ഇവിടെ യുവാവിന് നൽകുന്നത്. വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. വാസ്തവമായ കാര്യങ്ങൾ മാത്രമില്ലേ. ഇങ്ങനെ ഉപദേശിക്കുവാൻ ആളില്ലാതെ പോയതാണ് ഒരു വലിയ പങ്കും നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണം. ലൈംഗിക രോഗങ്ങളുടെ അവസാന ഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ജഡവും മാംസവും ഇഞ്ചിഞ്ചായി നശിക്കുമ്പോൾ വിലാപം. അപ്പോൾ ദുഃഖിച്ചതുകൊണ്ട് എന്ത് സാധിക്കാനാണ്? ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിക്കുവാൻ പോലും കൊള്ളുന്നതല്ല. എയ്ഡ്സ് പോലുള്ള മഹാരോഗങ്ങൾ എത്ര പെട്ടെന്നാണ് പടർന്നു പിടിക്കുന്നത് നാം കാണുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാ വിധത്തിലും ആളുകൾ മനസ്സിലാക്കുവാൻ പറഞ്ഞു കൊടുത്തിട്ടും ആരും അതേക്കുറിച്ച് ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. വന്നു കഴിയുമ്പോൾ പിന്നെ പരവേശം പിടിച്ചതുകൊണ്ട് എന്ത് സാധിക്കാനാണ്? ഈ രോഗങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കുന്നതിൻ്റെ കാരണം വ്യക്തമാക്കിയാലും മനുഷ്യർ വിട്ടുമാറില്ല. ശലോമോൻ പറയുന്നത്, നിൻ്റെ യൗവനശക്തി അന്യന്മാർക്കും നിൻ്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. എത്ര പരമാർത്ഥം! എത്രയെത്ര യുവാക്കൾ തങ്ങളുടെ ആയുസ് പാഴാക്കി. ഇനി 10-ാം വാക്യം നമുക്ക് നോക്കാം. കണ്ടവർ നിൻ്റെ സമ്പത്ത് തിന്നുകളയരുത്. നിൻ്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിൽ ആയിപ്പോകരുത്. പല വീടുകളിലും തങ്ങൾ അധ്വാനിക്കുന്നത് വല്ലവരുമാകുന്നു അനുഭവിക്കുന്നത്. ഇന്നിത് ഭയങ്കര ബിസിനസ് അല്ലേ? പോണോഗ്രാഫി, നീലച്ചിത്രങ്ങൾ, അശ്ലീല മാസികകൾ, ഇതൊക്കെ വാങ്ങുവാനും പരസ്ത്രീകളുമായി ബന്ധപ്പെടുവാനും പോകുന്നവർ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയേണ്ടതില്ല. നമുക്ക് ചുറ്റും ഇത് വ്യക്തമായി കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. തന്മൂലം കുടുംബങ്ങൾ ശിഥിലമാകുന്നു, ബന്ധങ്ങൾ തകരുന്നു. ആർക്കും അതത്ര ഗൗരവമല്ല. 12 മുതലുള്ള വാക്യങ്ങൾ: അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ. അതെ, ദൈവത്തെ പരിഹസിച്ചുകൂടാ എന്നുള്ള കാര്യം മറക്കരുത്. നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും, യാതൊരു സംശയവുമില്ല. അപ്രകാരമുള്ളൊരു ജീവിതത്തിൻ്റെ ഒടുവിലത്തെ ഫലം എന്താകുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നു. നമ്മുടെ സമൂഹം വിതച്ചതത്രേ ഇന്ന് കൊയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തിൽ നിന്നും വേണ്ട ഉപദേശം കൈക്കൊള്ളാഞ്ഞതിനാൽ ഉള്ള ഫലമാണ് ഇന്ന് കാണുന്ന മ്ലേച്ഛമായ അസാൻമാർഗീയത്വം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് തുടർന്ന് ദൈവം പറയുന്നത്. വിവാഹത്തെ വളരെ ഉന്നതമായ ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. അതെ, അർത്ഥവത്തായിട്ടുള്ള
ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവത്തോടുകൂടെ നാം മുൻപോട്ട് പോകണം. അതിനുവേണ്ടി നാം സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറും. ശലോമോൻ തൻ്റെ ഈ സദൃശവാക്യങ്ങളിലൂടെ നമ്മോട് പറയുന്ന ഗുണദോഷങ്ങൾ, പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവമായിട്ടെടുത്താട്ടെ. ദൈവം നിങ്ങളെ അധികമായി സഹായിക്കേണ്ടതിനായി, ശക്തീകരിക്കേണ്ടതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൗവനം എന്നത് ഒരു മനുഷ്യായുസിൻ്റെ വിലപ്പെട്ട സമയമാണെന്ന് നമുക്കറിയാം. ദൈവവും അങ്ങനെ തന്നെ ഈ സമയത്തെ കണക്കിടുന്നു എന്ന് സദൃശ്യവാക്യങ്ങളുടെ എഴുത്തുകാരനായിരിക്കുന്ന ശലോമോൻ തൻ്റെ സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യൗവനക്കാരാ, നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. സഭാപ്രസംഗി 11-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളാണത്. മനുഷ്യൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവനായി കാണപ്പെടുന്ന യൗവനകാലം ദൈവം വളരെ ഗൗരവമായി കണക്കിലെടുക്കുന്നു എന്നാണ് ഈ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന യൗവനക്കാരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ വിലപ്പെട്ട ഈ സമയം നിങ്ങളുടെ സമ്പാദ്യമാക്കി തീർത്താട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.